ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരളാൻഡിലേക്ക് സ്വാഗതം. ഇന്നലെ ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ച സന്തോഷത്തിന് ഞാനും ചേട്ടനും കറങ്ങാൻ പോയി. ടൂ വീലറിൽ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ കറങ്ങാൻ പോകാറുണ്ട്. പണി കിട്ടിയത് അവിടെയല്ല, മാധവത് കൈയോടെ പൊക്കി. നെക്സ്റ്റ് ഡേ അവനെ പുറത്തു കൊണ്ടുപോകാമെന്ന് വാക്കു നൽകി. ആ യാത്രയാണിത്. ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങി വരാമെന്നേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ വീട്ടിലെ കോലത്തിൽ തന്നെയാണ് ഇറങ്ങിയതും. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയത് കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കയറണ്ട എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. യാത്രകൾ അങ്ങനെയാണ്, കറങ്ങിത്തിരിഞ്ഞ് എവിടെയാണ് എത്തിച്ചേരുക എന്ന് പറയാനേ വയ്യ. ഫുഡ് വേണ്ട വേണ്ട എന്ന് 100 വട്ടം ഞാൻ പറഞ്ഞെങ്കിലും വേണം വേണം എന്ന് മനസ്സിലിരുന്ന ആരോ വേറെയും പറയുന്നുണ്ടായിരുന്നു. അതിനു പറ്റിയ കൂട്ടാണ് എൻ്റെ ചേട്ടനും. അപ്പോൾ പിന്നെ വണ്ടി റെസ്റ്റോറൻറ്റിന് മുന്നിൽ തന്നെ എത്തിപ്പെട്ടു. മാധവിൻ്റെ ഇഷ്ടാനുസരണമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്. പൊറോട്ടയും ചില്ലി ബീഫും ചിക്കൻ സൂപ്പും ഓർഡർ ചെയ്തു. ചായയ്ക്ക് പകരം കൂൾ ഡ്രിങ്ക്സും ആഡ് ചെയ്തു. ഞാനും കിങ്ങിണിയും ഒരുമിച്ചാണ് ഇരുന്നത്. മാധവിന് ടേബിളിനടിയിലൂടെയും എന്നോട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ ആൺകുട്ടികളെല്ലാം ഇങ്ങനെയാണ്. അമ്മമാരോട് പറഞ്ഞിട്ടേ അത് അച്ഛനോട് പറഞ്ഞ് നടത്തിയെടുക്കാറുള്ളൂ. അവൻ്റെ കണ്ണിലൂടെയും ചിരിയിലൂടെയും എല്ലാം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുക്കണം. നല്ലൊരു ആംബിയൻസ് ആണിവിടെ. ഇടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട്. അങ്ങനെ ഫുഡ് എത്തി. ചിക്കൻ സൂപ്പും വന്നു. കിങ്ങിണിക്ക് സൂപ്പ് ഇഷ്ടപ്പെട്ടു. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ അത്രയ്ക്കും കൊള്ളില്ല. അവളുടെ ടേസ്റ്റിന് അത് ആപ്റ്റാണ്. എന്നാൽ പൊറോട്ടയും ചില്ലി ബീഫും അടിപൊളിയായിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ. എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു എന്നതാണ് സത്യം. എൻട്രൻസിന് മുന്നിലുണ്ടായിരുന്ന 2 അക്വേറിയങ്ങൾ, അതിലെ മീനുകൾ എന്തു ഭംഗിയുള്ള മീനുകളാണ്. ഇതുപോലൊരു അക്വേറിയം എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു കണക്കിന് ഇല്ലാത്തതും നന്നായി. എല്ലാ എങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഞാനിവയെ നോക്കിയിരുന്നേനെ. എൻ്റെ കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. പണ്ട് ഞാൻ റുബിക്സ് ക്യൂബ് കയ്യിൽ പിടിക്കുന്ന നേരം തന്നെ അമ്മയോട് പറയും, 1 മണിക്കൂറിന് ശേഷവും ഞാൻ ഇതുമായിട്ടിരിക്കുകയാണെങ്കിൽ അമ്മ വാങ്ങി വെക്കണമെന്ന്. എന്നാലൊരു കാര്യമുണ്ട്, അമ്മ ഇത് വാങ്ങാൻ വരുന്നത് കാണുമ്പോഴേ ഞാൻ ഓടിക്കളയും. പലപ്പോഴും അമ്മ അത് വാങ്ങി തട്ടിൻപുറത്തിടും. എന്നാൽ തട്ടിൻപുറമൊക്കെ സിമ്പിളായി ഞാൻ ചാടിക്കയറുമായിരുന്നു. ഇതുപോലൊരിക്കൽ കയറിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. പിന്നീട് ഒരിക്കലും ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. ഇരുവശത്തുമുള്ള കടകളുടെ നടുവിലൂടെ വേണം പോകാൻ. മാധവിന് സൈഡ് വലിവ് കൂടും. ഞാൻ അവൻ്റെ കൂടെ നിന്നും മാറി നിന്നു. ഇനി നേരെ വീട്ടിലേക്ക്. കൊച്ചു കൊച്ചു യാത്രകളും വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരാം. ബായ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.